അനന്താകാശത്തിലേക്കുള്ള ആത്മകഥയുടെ അനുസൃതമായ അക്ഷരം അവരുടെ ആത്മാവിലേക്ക് എത്തിക്കുന്ന സരസ്വതി ക്ഷേത്രങ്ങളാണ് വിദ്യാലയങ്ങൾ. അവനവനെ അറിയുന്നതിലൂടെ അവനെ അറിയുവാനും ലോകത്തെ അറിയാനും അറിവിനപ്പുറം അതിജീവനത്തിന് കുട്ടികളെ പ്രാപ്തരാക്കുന്ന അറിവിൻ്റെ സ്നേഹാദരപൂർവം നമിക്കുന്നു. അവരുടെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗം നമിക്കുന്നു. വിദ്യാഭ്യാസ മോഹങ്ങൾക്ക് വളമിട്ട് തലമുറകൾ അരനൂറ്റാണ്ടിന്റെ കഥ പറഞ്ഞ് കൂടുതൽ അകത്തും സമൂഹത്തെയും ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയാണ്. അല്പസമയങ്ങൾക്കകം വിശിഷ്ട അതിഥികളായ മറ്റ് ബഹുമാന്യരായിട്ടുള്ള അതിഥികളെല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൽ അവിടവിടങ്ങളിലായിട്ട് നിൽക്കുന്ന ആളുകളെല്ലാവരും ഇരിപ്പിടങ്ങളിലേക്ക് പറഞ്ഞു. പരമേശ്വര മാഷ് പറയേണ്ടതില്ല. സ്വീകരിക്കപ്പെടുന്ന തലത്തിലേക്കുള്ള പ്രവർത്തനം നടത്തുന്നതിന് നേതൃത്വമായി പങ്കുവച്ചിട്ടുള്ളത് പരമേശ്വര മാഷാണ്. അവാർഡിന്റെ വിദ്യാർത്ഥികളെ നിങ്ങൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് അഡ്വക്കേറ്റ് പി എം മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്തത്. ആ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ്ണ ജൂബിലി ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഒട്ടനവധി വിദ്യാർത്ഥി നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇന്നത്തെ ഈ ഗുരുസംഗമം എന്ന പരിപാടി. ശേഷം അടുത്ത മാസം ആലോചിക്കുകയാണ്. അങ്ങനെ ഇതിന്റെ സമാപനം എന്ന നിലയിൽ വലിയ ഒരു പരിപാടിയോടുകൂടി നമുക്കാണ് ആലോചിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഇവിടെ എത്തിക്കുന്ന ഗുരുജനങ്ങളെയെല്ലാം ഊഷ്മളമായി അഭിവാദ്യം ജ്ഞാനരചയിതാവും പ്രശസ്ത കവിയുമായ അറിയപ്പെട്ട ആളുടെ പേര് സ്റ്റേജിൽ നൽകണമെന്ന് അറിയിക്കുന്നു. ഇവിടെ നൽകണമെന്ന് വ്യക്തമായി അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോലെ ഇവിടെ നിന്നുള്ള രണ്ടാളെ ഇവിടെ നിന്നുള്ള കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ചെയ്യാനുള്ളത് 2 പ്രാവശ്യമായാലോ എന്നൊരു അഭിപ്രായമുണ്ട്. മാത്രമല്ല എല്ലാവരും